ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോഴത് കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാം പതിപ്പ് നടന്നുകൊണ്ടിരിക്കുക. 4 ദിവസങ്ങളിലായി 9 വേദികളിൽ ഒരുപാട് പരിപാടികളോടെ നടക്കുന്നുണ്ട്. പകലെല്ലാവർക്കും പണിയുള്ളതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ രാത്രിയായാലും പരിപാടിക്കൊന്നും യാതൊരു കുറവില്ല. ഒരുപാട് പരിപാടികൾ ഓരോ വേദികളിലായി നടക്കുന്നുണ്ട്. ഞങ്ങൾ മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗങ്ങളിലും നല്ല അടിപൊളി പരിപാടികൾ നടക്കുന്നുണ്ട്. കുറച്ചു നേരം അതൊക്കെ കണ്ട് അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കും. അതുകൊണ്ട് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. 15 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 500-ലധികം പ്രഭാഷകരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന ഈ KLF. കൂടാതെ ഫ്രാൻസ് ആയിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യം. ഞങ്ങൾ എത്തിയ സമയത്ത് വലിയൊരു തിരക്കൊന്നുമില്ല ഇനി, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല ജനപ്രവാഹം തന്നെ. ഇനി മുന്നോട്ടേക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കണ്ടത് നടക്ക എന്നോട് ചോദിക്കുക അല്ലേ ആ വാസുദേവൻ നായരാണോ? സൗണ്ടായി പോയല്ലോ. പാടുന്ന സ്ഥിതിക്ക് കാലികളെ നമുക്കൊരു മത്സരം വെച്ചാലോ? ഇവിടെ എൻ്റെ ചേച്ചിയും എൻ്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എക്സാം കൂടെ വന്നു. കാരണം എന്താ പറയുക, പിന്നെ പാശാലിറ്റി എന്ന് പറയും. സീനാന്ന് പറഞ്ഞാൽ നുണ പറയില്ല എന്നാണ്. കൂടെ ഉള്ളവരാൾ വഴി തെറ്റിപ്പോയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്രയും തിരക്കാന്ന് ഞങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും അനസൊക്കെ കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വിധത്തിലാണ് അവനെ തേടി കണ്ടുപിടിച്ചത് ഞങ്ങൾ. എന്തായാലും KLFനെ കുറിച്ചൊരു വ്ളോഗ് കൂടി നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് നമ്മൾ നേരിട്ട് തന്നെ പോയി കണ്ട് അനുഭവിക്കേണ്ട ഒരു ഫീലാണ്. ഈ ഞായറാഴ്ച വരെ പരിപാടി നടക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും അതിനുള്ളിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഗൈസ്, കാണാതെ പോയത് ഇനി തെരഞ്ഞു പിടിച്ചത് അപ്പം കിട്ടിയതാ. എത്ര നേരായി എന്നെ തെരയുന്നത്. ഏതോ ഒരു പോലീസുകാരൻ മുമ്പ് അയാളെ എത്താരെ പോയിണ്ടാവും.